ഒരു 12 വയസ്സുകാരി കുട്ടി എൻ്റെ അടുത്തേക്ക് വരികയും അവളുമായി സംസാരിച്ചപ്പോൾ തനിക്ക് എല്ലാ വിഷയങ്ങൾക്കും മാർക്ക് കുറഞ്ഞു പോകുന്നു എന്ന വിഷമമാണ് അവൾ പറഞ്ഞത്. അതുമായി കൂടുതൽ സംസാരിച്ചപ്പോൾ എല്ലാ സബ്ജക്റ്റിനും അവൾക്ക് 100-ൽ 99 മാർക്കാണ്. ഇതിൽ എന്താണ് ഇത്ര സങ്കടപ്പെടാനുള്ളത് എന്ന് നമുക്ക് തോന്നിയേക്കാം. ആ കുട്ടി ഇതുവരെ പഠിച്ചിരുന്ന സ്കൂളിൽ എല്ലാ വിഷയങ്ങൾക്കും 100-ൽ 100 മാർക്കോടുകൂടി തന്നെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഹൈസ്കൂൾ തലത്തിലേക്ക് എത്തിയപ്പോൾ അവൾ മറ്റൊരു സ്കൂളിലേക്ക് പോവുകയും മറ്റു പിള്ളേരുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. അതുവരെ തന്റെ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി താനായിരുന്നു. പിന്നെ ചെന്നപ്പോൾ ഒരുപാട് കുട്ടികൾ അതുപോലെ തന്നെ ഉണ്ടെന്ന് ആൾക്ക് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും മറ്റൊരു കുട്ടിയെ തോൽപ്പിക്കാനായിട്ട് സാധിക്കാത്തത് ആ കുട്ടിക്ക് വളരെയധികം വിഷമമുണ്ടാക്കി. ഒരു മാർക്കാണ് തനിക്ക് പോകുന്നതെങ്കിൽ കൂടി താൻ മികച്ചതല്ല എന്ന് പറയുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതേ തുടർന്ന് കുട്ടി വീട്ടിൽ വരുമ്പോൾ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഉറങ്ങിയതിനു ശേഷം പോലും ഉണർന്നിരുന്ന് വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കും. അതുവഴി ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. വീണ്ടും പരീക്ഷയ്ക്ക് മാർക്ക് നോക്കുമ്പോൾ 99 ആകുമ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം താൻ പഠിക്കുന്നില്ല, താൻ മിടിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് അലറി കരയുന്ന ഒരു രീതി വന്നപ്പോൾ അച്ഛനും അമ്മയും ആ കുട്ടിയെ എന്താണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കൗൺസിലിംഗ് സെഷനിലേക്ക് കൊണ്ടുവരും. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും അവളുടെ മികവ് കണ്ടിട്ട് കൂടുതലായിട്ട് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനും പല കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യിക്കാനും ഒക്കെ ശ്രമിച്ചു. അവള് സ്ക്രീൻ ടൈം ഒക്കെ കുറച്ച് അതിലൊക്കെ എൻഗേജ്ഡ് ആയിരുന്നു. അതിൽ പഠിക്കാൻ തുടങ്ങി. ആദ്യ സമയങ്ങളിലൊക്കെ കുറച്ച് വിമുഖത കാണിക്കുകയും കളിച്ചിരികളിലേക്കൊക്കെ മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടിയെ കൂടുതൽ ഫോഴ്സ് ചെയ്ത് അവളുടെ കഴിവ് കൂടുതൽ പുറത്തെടുക്കാനായിട്ട് ഈ പാരന്റ്സ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അന്ന് അവർക്കറിയില്ലായിരുന്നു ഇങ്ങനെ ആ കുട്ടിയെ ഫോഴ്സ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവൾ ഇതിനകത്ത് ഒബ്സസ്ഡ് ആയിട്ട് പിന്നീട് അവൾക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അവരൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അവരെ കുട്ടിയുടെ മികവ് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി പിന്നീട് പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടേ സ്കൂളിൽ പോകുമ്പോഴും ടീച്ചേഴ്സിന്റെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ് അവൾ. അപ്പോ മറ്റുള്ള കുട്ടികളെ വഴക്ക് പറയുന്നു, മറ്റുള്ള കുട്ടികളെ തെറ്റ് ചെയ്യുമ്പോൾ പരാതികൾ പറയുന്നു, അവരെ വീട്ടിൽ നിന്ന് വിളിപ്പിക്കുന്നു, അവരെ ഡീൽ ചെയ്യുന്ന രീതി അവൾക്ക് വിഷമമുണ്ടാക്കുന്നു. അല്ലാതെ ടീച്ചേഴ്സ് പറയുന്നില്ല ആ കുഴപ്പമില്ല, അടുത്ത തവണ നിങ്ങൾ ബെറ്റർ ആക്കും എന്നൊരു രീതിയിലല്ലായിരുന്നു മറ്റു കുട്ടികളോട് പറഞ്ഞിരുന്നത്. നിങ്ങൾ മോശക്കാരാണ് എന്നുള്ള രീതി തന്നെയായിരുന്നു ടീച്ചേഴ്സ് എടുത്തിരുന്ന ഒരു രീതി. അപ്പൊ നമ്മുടെ പാരന്റ്സിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ ഒരുപാട് പങ്കുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുപാട് ഫോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ചെയ്ത് അവരെ ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുവരരുത്. നമ്മൾ എപ്പോഴും അവർക്ക് വിജയവും പരാജയം എല്ലാം അറിയണം. എന്നാൽ മാത്രമേ അവർ ജീവിതത്തിലും മുന്നേറുള്ളൂ. അല്ലെങ്കിൽ ലൈഫിൽ ഒരു പരാജയം വരുമ്പോൾ അവർക്കത് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾക്കിടയിലുണ്ട്, അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്.